ഭക്ഷ്യ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായത് രവീന്ദ്രകുമാർ അഗർവാൾ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ദക്ഷിണ ധ്രുവത്തിലേക്ക് സ്കീയിങ് നടത്തിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയൻ. വേദന സംഹാരിയായ നിമൈസുലൈഡ് എത്ര മില്ലിഗ്രാമിൽ കൂടുതൽ അടങ്ങിയ മരുന്നുകൾക്കാണ് കേന്ദ്രം നിരോധനം ഏർപ്പെടുത്തിയത്? 100 മില്ലിഗ്രാം. 2020 ഇന്ത്യ ചൈന അതിർത്തിയിലെ ഗൽവാൻ സംഘർഷം പ്രമേയമാക്കി പുറത്തിറക്കിയ സിനിമ ഏതാണ്? ബാറ്റിൽ ഓഫ് ഗൽവാൻ. ഗോവയിലെ പുതുതായി രൂപീകരിച്ച 3ാമത്തെ ജില്ല കുശാവതി. രത്തൻ ടാറ്റയോടുള്ള ആദരസൂചകമായി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ബോയിങ് 7378 വിമാനത്തിന് നൽകിയ പുതിയ പേര് VT-RNT. ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ സർവീസ് ആരംഭിക്കുന്നത് ഗുവാഹത്തി ടു കൊൽക്കത്ത. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ വേഗത മണിക്കൂറിൽ 180 കിലോമീറ്റർ. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ പുറത്തിറക്കിയ പുതിയ ഭാഗ്യചിഹ്നത്തിന്റെ പേരെന്താണ്? സാംഖികി. വിപ്ലവ തിരുശേഷിപ്പുകളുടെ പ്രദർശനം നടന്ന സ്ഥലം ന്യൂഡൽഹി. സർക്കാർ ജീവനക്കാർക്ക് അവസാന മാസത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പെൻഷനായി ഉറപ്പു നൽകുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാട്. 2026 റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥികൾ ആരെല്ലാമായിരുന്നു? ഉർസുല വോൺ ഡെർ ലെയ്ൻ. അടുത്തിടെ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂൽ ട്രെയിൻ പ്രവർത്തനം ആരംഭിക്കുന്നത് ഹരിയാനയിൽ. കർണാടകയിൽ ആദ്യമായി സാൻഡൽവുഡ് ലെപ്പേർഡിനെ കണ്ടെത്തിയത് എവിടെയാണ്? വിജയനഗര ജില്ലയിൽ. അടുത്തിടെ ഇന്ത്യൻ സൈന്യം ജമ്മു കാശ്മീരിലെ നിയന്ത്രിത രേഖയോട് ചേർന്ന് സ്ഥാപിച്ച കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ റേഡിയോ സംഘം. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽവേ പ്രോജക്റ്റിന്റെ ഭാഗമായുള്ള ആദ്യ പർവ്വത തുരങ്കം എവിടെയാണ് നിലവിൽ വരുന്നത്? പാൽഘറിൽ. രത്തൻ മഹൽ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനം? ഗുജറാത്ത്. കർണാടകയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായി പദവിയിലിരുന്ന വ്യക്തി എന്ന റെക്കോർഡ് നേടിയത് സിദ്ധരാമയ്യ. ഫോരം ദേവ് ഇടനാഴി വികസന പദ്ധതിക്ക് തറക്കല്ലിട്ടത് ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡ്. ആധാറിന്റെ പുതിയ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്തത് അരുൺ ഗോകുൽ, തൃശൂർ സ്വദേശി.